അലാസ്കയിലെ ട്രൂഡോ ബേയിൽ നിന്ന് അർജന്റീനയിലെ ഊഷുവായ വരെ ഏകദേശം 30,000 കിലോമീറ്റർ നീളത്തിൽ പന്തലിച്ചു കിടക്കുന്ന പാൻ അമേരിക്കൻ ഹൈവേ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡാണ്. നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം ഈ റോഡ് മുറിഞ്ഞു പോകുന്നു. പനാമയും കൊളംബിയയും തമ്മിലുള്ള അതികടുപ്പമുള്ള കാടുകളിലാണ് ഈ റോഡ് മുറിയുന്നത്. അതിനെയാണ് ഡാരിയൻ ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്. ലോക്കലായി ഇതിനെ എൽ ടാപ്പോൺ അഥവാ പ്ലഗ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏക ഭാഗമാണിത്. ഏകദേശം 106 കിലോമീറ്റർ നീളമുള്ള ഈ ഭാഗത്ത് പാൻ അമേരിക്കൻ ഹൈവേ പൂർണ്ണമായി ഇല്ലാതാകുന്നു. ആഴമുള്ള കാടുകളും മനുഷ്യനധികം കടന്നുപോയിട്ടില്ലാത്ത വനപ്രദേശങ്ങളും നിറഞ്ഞ ഇന്നും പൂർണ്ണമായി കീഴടക്കപ്പെടാത്ത ഭൂമിയാണ് ഡാരിയൻ ഗ്യാപ്പ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നും അത്യന്തം മനോഹരമായ ഒരു പ്രകൃതി ഭാഗവുമാണ് ഡാരിയൻ. ഇപ്പോൾ എന്റെ മിഷൻ ഇതാണ്: ഡാരിയൻ കടന്ന് കൊളംബിയയിലേക്ക് എത്തുക. ഒന്നുകിൽ കാടുകളും വന്യജീവികളും നിറഞ്ഞ ഈ കാട്ടിലൂടെ നടന്ന്, അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളും ഏറ്റവും അപകടകരമായ സമുദ്ര സാഹചര്യങ്ങളെയും നേരിട്ട് അറ്റ്ലാന്റിക് തീരം വഴി. ഇവിടെ നമ്മുടെ ഗ്രനോള, ഇവിടെ നമ്മുടെ നട്ട്, ഇവിടെ പിന്നെ ഞാൻ, ഇവിടെ പിന്നെ അച്ഛാ. മോർണിംഗ് സാർ. Good morning. Are you ready to hitchhike? So. Plus minus. രാവിലെ ആയപ്പം ഹിച്ചയ്ക്കാൻ പേടിയെന്ന് കേട്ടോ. സൗദിയിലൊക്കെ പോയിട്ട് ഹിച്ചയ്ക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്തോ ഹിച്ചയ്ക്കാൻ പേടിയെന്ന്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്ര തീരഭാഗത്തോട്ടാണ്. സാൻ ബ്ലാസ് എന്ന് പറയുന്ന ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ ഹിച്ചയ്ക്ക് ചെയ്ത് രാവിലെ പോകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ചായനെ പരിചയപ്പെട്ടത്. ഫ്രഞ്ചുകാരിയാണ്. അവൾ നേരെ ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുവാണ്. പുള്ളിക്കാരൻ ടാക്സിയാണ് കേട്ടോ ഓടിക്കുന്നത്. ഇന്നലെ രാത്രി വന്ന് കടന്നു. രാവിലെ ഇവിടെ പുറത്ത് ഭയങ്കര വെയിൽ കേട്ടോ. ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഇന്നായപ്പോൾ ഇവിടെ ഫുള്ള് വെയിലും. ഇവിടുത്തെ നമ്മുടെ ബസ് കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് അവർ പെയിൻ്റൊക്കെ വെച്ച് നോക്കിക്കേ, കളർഫുൾ. ഇവിടെ രാവിലെ തണ്ണിമത്തൻ, പൈനാപ്പിൾ ഇവരൊക്കെ ഇതിൻ്റെ തട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. Are you ready to hitchhike? I don't have choice. You don't have choice. I can hitchhike. You can take the bus. കുറേ വണ്ടികൾ പോകുന്നുണ്ട്. നിർത്തോ നോക്കട്ടെ. നമ്മുടെ ഹിച്ചൈക്കിങ് ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. നിർത്തൂ. കുറേ വണ്ടികൾ പോകുന്നുണ്ട്, കുറേ ആൾക്കാർ ഓടുന്നുണ്ട്. ഈ കാണുന്ന വഴി എമിഗ്രൻസ് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് പല ആൾക്കാരും വിചാരിക്കും നമ്മൾ എമിഗ്രൻ്റ് എന്ന്. അവളുള്ളതുകൊണ്ട് ചിലപ്പം ആൾക്കാർ വിചാരിക്കില്ല ഞാൻ എമിഗ്രൻ്റ് എന്ന്. രാവിലെ തന്നെ ഏതോ ഒരു വണ്ടി കൊണ്ടുവന്ന് നിർത്തി. Hola, ¿cómo estás? ¿Straight? പുള്ളിയുടെ വണ്ടി ഫുള്ള് സാധനങ്ങളാണ്. എൻ്റെ സ്പാനിഷ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹിച്ചൈക്കിങ്. ¿Tu nombre? Ernesto, mucho gusto. Me imagino, soy de India. ¿De India? Chica. Mi nombre es Carlota. ¿Cómo se dice? Hoy. Endes hoy días. ¿Hoy qué día es? ¿Qué día es hoy? ¿Qué día es hoy? Hoy es Ajá. domingo 8 de febrero. Yo entiendo. ഇവിടെ ലോട്ടറി വാങ്ങുന്നത് ഭയങ്കര കോമൺ ആണ് കേട്ടോ. കുട്ടികൾ വഴിയിലും എല്ലായിടത്തും ലോട്ടറിക്കാരന്മാരെ കാണാൻ സാധിക്കും. കണ്ടില്ല, ഇതാണ് ഇവിടുത്തെ ലോട്ടറി. നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് നമ്മൾ ഹിച്ചൈക്ക് ചെയ്ത് തുടങ്ങി. Hola. Gracias, amigo. ¿A dónde vas? ¿Tú, Santos? Oh, okay. Sí. ഒരു ചെറുക്കൻ നമുക്ക് ലിഫ്റ്റ് തന്ന കേട്ടോ. നമ്മളങ്ങനെ ഈ കാണുന്ന റോഡിലൂടെ വന്നു. ഇങ്ങോട്ടാണ് നമ്മുടെ ഡാരിയൻ ഭാഗത്തോട്ട് പോകുന്നത്.
ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഒരു പെട്രോൾ സ്റ്റേഷൻ, പുറത്തേക്ക് അർത്തിയിലോട്ടാണ് കേട്ടോ നമ്മളിവിടെ പോകുന്നത്. ഇനി അങ്ങോട്ട് ഫുള്ള് മലയാണ്. ഇവിടെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ചെക്ക് പോയിന്റ് ഉണ്ട്, അവിടെ $20 കൊടുക്കണം. അപ്പോൾ എൻ്റെ പ്ലാന് നമ്മൾ കാട്ടിൽ കൂടെ പോയിട്ട് ആ $20 കൊടുക്കാതിരിക്കാനാണ്. ഹോല അതെന്തേവാ പോത്തോ കാർത്തി? ആ ഓക്കെ. കുറച്ച് വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സി ദേ ആർ വെഹിക്കിൾസ്, ബട്ട് മോസ്റ്റ്ലി ആ കാണുന്ന വണ്ടിയൊക്കെ ഇവർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നവരാണെന്ന് തോന്നട്ടെ. ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഇവർ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഭാര്യയും ഭർത്താവും കൂടെ വന്നതാണ് കേട്ടോ. അതോ അവിടെ ഭാര്യ നിൽക്കുന്നു. അവിടെ ഇതൊക്കെ കണ്ടില്ലേ, വേഷവിധാനം ഒക്കെ. nombre Je Caterina. Sí. Hola Caterina, soy de India. ¿Eres de India? India. Ah, ya, muy bien. Hola. Okay. Estás en Cunayala. Ah, so cuna sí? Así son de Cunayala. Ah, Y para allá llega Cañita y allá en lago, como le dice el lago Bayano, es de Madungandí. Ahí son otros cunas. Cuna. Madungandí, comarca Cuna. So cuna dress. Son cunas, sí. Ah. Solamente la... Hermosa sister. ഇതാണ് കൂണ ട്രൈബിന്റെ ഡ്രസ്സൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. Je Caterina. Hola, yo Caterina. Me soy de India. Hola. മണിക്കൂറായിട്ട് നിന്നിട്ടും അവിടെ ഒന്നും ഒരു വണ്ടിയുമില്ല കേട്ടോ. എനിക്ക് നല്ല വിഷമം. ഞാൻ എന്തോ ഒരു സാധനം കിട്ടി, അത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. സോ ഫൈനലി നമ്മൾ 2-3 മണിക്കൂർ വെയിറ്റ് ആയി. ലാസ്റ്റ് ഞാൻ ഇനി നടക്കാൻ വേണ്ടി പോവാണ്. ഗുഡ് ലക്ക്. Good luck, man. Good luck, girl. Yeah, wish you the best. Ciao, okay. And go dancing the salsa. Ciao. അങ്ങനെ ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അവള് മതിയായ കേട്ടോ. അവൾക്ക് 2 മണിക്കൂർ നിന്നപ്പം തന്നെ മതിയായി. അവൾ തിരിച്ചു പോവാണ്. ഇനി ഞാൻ കാട്ടിലൂടെ നടക്കുവാണ്. വണ്ടി ഒന്നും നിർത്തുന്നില്ല. പണി കിട്ടുന്ന രീതിയിലുള്ള മല കയറാനായിട്ട് കുന്നാണ് കേട്ടോ. വിചാരിക്കുന്ന പോലെയല്ല, ഇറക്കമുണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇതോ അവിടെ നിന്ന് അറ്റത്തുനിന്ന് ഉറുമ്പുകൾ സാധനം കൊണ്ടുപോകുന്ന നോക്കി. എന്താ രസം. വരിയായിട്ട് പോകുന്ന കാഴ്ച. മനുഷ്യൻ കാട്ടിക്കൂടെ നടന്നു പോകുമ്പോൾ ഇതാണ് കേട്ടോ. അതോ പേടിപ്പിക്കാൻ വേണ്ടി കുറേ മൃഗങ്ങളും വലിയ കാക്ക പോലത്തെ സാധനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ നടന്നു പേടിച്ചു പോയി. ചോദിക്കുന്നുണ്ടോ? ഓ സൗണ്ട് മാത്രമേ കണ്ടോളൂ. ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഇവിടെ പോയി വേറെ ലെവല് നേച്ചർ. 2 വണ്ടി ഇതിലേ കൂടെ പോയി, ബട്ട് ആരും നിർത്തൂല കേട്ടോ. എന്തോ എനിക്കറിയില്ല. Gracias, amigo. No problema, no problema. എനിക്കൊരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ബട്ട് എനിക്ക് പുള്ളിക്കാരൻ പോർട്ട് വരെയാണ് പോകുന്നത്. പക്ഷെ എനിക്ക് അതുവരെ പോകാൻ പറ്റൂല കേട്ടോ. എന്നാൽ കുറേ പൈസ കൊടുക്കേണ്ടി വരും വണ്ടിയിൽ. കാരണം ഇവിടെ ചെക്ക് പോയിന്റിൽ ഫീസൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നടന്നു പോകും. ഈ കാണുന്നത് കണ്ടില്ലേ, ഈ കാണുന്ന ഏരിയയിൽ എല്ലായിടത്തും ഈ ഫ്ലാഗ് കാണാൻ സാധിക്കും. അതായത് ഗുണയാല എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ ഇതാ കണ്ടില്ലേ ഫ്ലാഗ് കണ്ടോ, ഇവരുടെ ഫ്ലാഗ്. അതായത് ഇവരുടെ ഇൻഡിജീനിയസ് ട്രൈബ് ഇവിടുത്തെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആളുകൾ ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് 1925 ഇവിടെ ഒരു റെവല്യൂഷൻ നടത്തിയായിരുന്നു. അവരുടെ സ്വാതന്ത്ര്യം കിട്ടണം, അവരുടെ നാട് പനാമ ഗവൺമെന്റിന്റെ അടുത്ത് 100 വർഷം മുമ്പ് 1925 കാലഘട്ടത്തിൽ അവരുടെ ലാൻഡ് അവർക്ക് വേണമെന്നുള്ള രീതിയിൽ അവര് സ്വാതന്ത്ര്യം നടത്തി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു റെവല്യൂഷൻ ചിഹ്നമാണ് ഈ കാണുന്നത്. പിന്നെ അവരുടെ ഒരു ചിഹ്നമാണ് കേട്ടോ ഈ കാണുന്നത്. അതുകൊണ്ട് ഇത് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഗുണയാലയുടെ ഒരു ചിഹ്നമാണ് ഈ കാണുന്നത്. ഇത് അവരുടെ റെവല്യൂഷന്റെ ഇതാണ്. പുള്ളി അതെടുത്ത് വണ്ടിയുടെ ഫ്രണ്ട് വെച്ചു. കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഗുണയാല റീജിയൻ. No here picture. Oh no picture. No. Gracias. Dale, no. $20 കൊടുക്കേണ്ടി വന്നു ഇതിന്റെ അകത്ത് കയറാൻ. പടച്ചോനെ.
the Galapagos Ecuador is 100. They very cheap here. ഇവിടെ $20, പുള്ളിക്കാരൻ പറഞ്ഞ എക്വഡോറിൽ $100 കേട്ടോ. ഞാൻ നേരത്തെ ലിഫ്റ്റ് ചോദിച്ച ചേട്ടന്മാരാണ് കേട്ടോ, ആർമിക്കാരാണ്. ഹലോ, നേരത്തെ ബൈ ചാലോ. ആർമിക്കാരാണ് കേട്ടോ. ഇവിടെ ആർമി ഇല്ല, പോലീസാണ്. ഇത് പോലീസ് പനാമ പോലീസ്. അങ്ങനെ എനിക്ക് സാധാരണ കാറിൽ വരുന്നവർക്കും പൈസ കൊടുക്കണം. ലാസ്റ്റ് നമുക്ക് കൊടുക്കാതെ കയറാൻ വേണ്ടി പറ്റി എനിക്ക്. കാരണം പുള്ളി പറഞ്ഞു ഇയാൾ നടന്നു വരുന്നതാണ്, ടൂറിസ്റ്റ് അല്ല. അതുകൊണ്ട് യു ആൾസോ ഗുനയാല? Yeah, is my land. Gunayala is my land. ഓക്കെ. ഇവര് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. ഗുനയാല എന്ന് പറയുമ്പോ ഇവരുടെ മലോക്കിക്ക് എന്താ രസം. ഓ മൈ ഗോഡ്, ബൊനീത്തോ. It's beautiful. Yeah. Beautiful, very beautiful. ബൊനീത്തോ. വേറെ We go stop here. ഓക്കെ. ഇവിടെ നമ്മുടെ ഗുനയാല എന്ന് പറയുന്ന ഇവരുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു സൈൻ ബോർഡ്, നെയിം പ്ലേറ്റ് ആണ്. ഇവിടുന്ന് ഇവരുടെ മലകൾ കാണാം. ഈ കാണുന്ന വണ്ടിയിലാണ് കേട്ടോ. പുള്ളിക്കാരെ ഇങ്ങനെ ടൂറിസ്റ്റുകളെയൊക്കെ കൊണ്ടുവരുന്നതാണ്. കാറിൽ ഫീയും അല്ലാതെ പാർക്ക് ഫീ ഉണ്ട്. പാർക്ക് ഫീക്ക് $20, അതായത് 1850 രൂപ അടുപ്പിച്ച് കൊടുക്കണം കേട്ടോ. വാ, 2000 ഒന്ന് കൂട്ടാം, അതാണ് നല്ലത്. 91 രൂപയാണ് $1 റേറ്റ്. ഇവിടെ എന്നാലും പെട്ടെന്ന് എളുപ്പത്തിന് 100 രൂപ വെച്ച് കൂട്ടുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഏകദേശം 2000 രൂപ എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളി രസം കേട്ടോ. ഞാൻ ആക്ച്വലി എൻ്റെ പ്ലാൻ എന്തായിരുന്നു, ഈ ചെക്ക് പോയിന്റിന് മുന്നേ വന്നിട്ട് ചെക്ക് പോയിന്റ് കയറാതെ ഇങ്ങനെ കറങ്ങി വന്നിട്ട് ഇപ്പുറത്ത് എത്തിയിട്ട് പൈസ കൊടുക്കാതെ വരാനായിരുന്നു പ്ലാൻ. പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി ഇറക്കാന്ന് പറഞ്ഞു. ലാസ്റ്റ് പുള്ളിക്കാരൻ വന്നിട്ട് ഈ ചെക്ക് പോയിന്റിൽ കൊണ്ടുവന്ന് നിർത്തി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എനിക്ക് ടിക്കറ്റ് എടുക്കണം, വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ലാസ്റ്റ് $20 കൊടുത്തു. പിന്നെ കാറിൻ്റെ $20 വേറെ എക്സ്ട്രാ ഡോളർ ഉണ്ടല്ലോ, അത് ഞാൻ കൊടുത്തില്ല. അത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹിച്ചേക്കിയതാണ് വരുന്നത്, ഞാൻ നടന്നാണ് വരുന്നത്, അതുകൊണ്ട് ഈ കാറിൽ ലിഫ്റ്റ് അടിച്ച് കയറിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ലാസ്റ്റ് വാങ്ങിച്ചില്ല. സോ ആ കാണുന്നത് കടലാണതോ, ആ കാണുന്നത് കടലാണ് കേട്ടോ. നമ്മുടെ കടലിലോട്ടാണ് പോകുന്നത്, അറ്റ്ലാന്റിക് തീരത്തോട്ടാണ് പോകുന്നത്, കരീബിയൻ കടൽ. നമ്മളങ്ങനെ ഇവിടുത്തെ പോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ പോർട്ടിലെത്തി, അതിനൊരു $2 ഇവിടെ പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. വാ, ഇവിടെ കുറേ കാറുകൾ, ഇതെല്ലാം ടൂർ കൊണ്ടുവരുന്ന കാറുകളാണ് കേട്ടോ. കുറേ ആളുകൾ ടൂർ കൊണ്ടുവരുന്ന കാറുകളാണ്. ഇവിടെ നിന്ന് സാൻ ബ്ലാസ് ഐലൻഡിലോട്ട് ട്രിപ്പ് പോവും. ഓ, ഇവിടെ നല്ല കാറ്റും ഇതൊക്കെയാണല്ലോ ഈ ഒരു ഭാഗത്തോട്ട്. വാവ്, അടിപൊളി കേട്ടോ. കടല് ഫുള്ള് ശോഭിച്ച് കിടക്കുവാണ്. ആ കാണുന്നതാണ് നമ്മുടെ ഐലൻഡ്. ഈ കാണുന്ന എല്ലാ കാറുകളും ഇവരുടെ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്ത് ഇവിടെ കിടക്കുവാണ് കേട്ടോ. ഞാൻ ഇവരുടെ പോലീസിന്റെ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പോലീസിന്റെ അടുത്ത് വന്ന് ഫോട്ടോ ചോദിച്ചപ്പം ഇല്ലാന്ന് കേട്ടോ. അവര് എന്നെ ഹെൽപ്പ് ചെയ്തു. അവര് പറഞ്ഞു ബോട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഗ്രാസിയാസ്. പോലീസിയ കർദിമോയെ ഗുനയാല പോലീസിയ. ഇതാണ് കേട്ടോ ഹസ്ത ഡിഫറൻസിയ, ഇവരുടെ എന്തോ ഒരു പോലീസുകാരാണ് കേട്ടോ. ഗ്രാസിയാസ്. ഇവർക്ക് ഇവിടെ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. കുറെ ആൾക്കാർ ക്യാൻഡി ക്രഷ് കളിക്കുന്നു. ഞാൻ ഇനി എത്ര ദിവസം ഇവിടെ പെട്ട് കിടക്കുമെന്നോ കേട്ടോ. ഇവിടെ ബോട്ടുകളൊന്നും പോകുന്നില്ല, വെതർ എല്ലാം ഭയങ്കര മോശമാണ്. 1 മാസം മുന്നേ, അതുകൊണ്ടാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് അവര് സെയിലിംഗ് ചെയ്ത് വന്നതാണ്. അവര് ഓൾറെഡി ബോട്ട് കൊണ്ട് പോയ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഫാസ്റ്റാക്കി ഇവിടെ എത്തിയത്. പക്ഷെ ഇവിടെ വന്നപ്പോ വെതറൊക്കെ കണ്ടില്ലേ, മോശം. ഞാൻ ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കും. ബോസ് 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 അയ്യൂദ ബോസ്. ഇവിടെ നിന്ന് എന്തൊക്കെയാ ബോട്ടുണ്ട്. എനിക്കൊന്ന് ഓരോ വില്ലേജ് ഞാൻ ലിഫ്റ്റ് അടിച്ച് നോക്കാനാണ്. ഇവിടുത്തെ ആരെയും പരിചയപ്പെടാൻ പറ്റുന്നില്ല. ഇവരെല്ലാം ടൂറിസ്റ്റിക് ആളുകളെയൊക്കെ കൊണ്ടുവരുന്ന കുറെ ആൾക്കാരാണ് കേട്ടോ. ഈ കാണുന്നത് ഇവരുടെ റെവല്യൂഷന്റെ ഫ്ലാഗ്, ഈ കാണുന്നത് നമ്മുടെ ഗുനയാനയുടെ ഫ്ലാഗ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇവരുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളുടെ ഇതാണ്. കൊള്ളാം കേട്ടോ. ഇവരുടെ ഗ്രാമങ്ങള് വരുന്ന വഴി ഞാൻ കുറെ ഉറങ്ങിപ്പോയി. ചെറിയ കുടിലുകളും സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നു. ഞാൻ അവിടെ കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു അവരുടെ കൂടെയൊക്കെ. ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറെ ആൾക്കാർ ബോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്നവർ കുറെ പേരുണ്ട്.
എല്ലായിടത്തും ഇതുപോലത്തുള്ള ഇതാണ് കേട്ടോ. 4x4 വണ്ടികളാണ്, എല്ലാം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളത്. ഇവിടെ ഉള്ള കടയാണ് കേട്ടോ, ഇവിടെ ഉള്ള ഒരു കടയാണ് ഈ കാണുന്നത്, നമ്മുടെ ഇതിന്റെ അടുത്തുള്ളത്. ഹോല ബുനോ ബുനോ ¿Cómo estás? Bien. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാരും ഭയങ്കര സ്ലോ ലൈഫാണ് കേട്ടോ. ആ കാണുന്നത് കൊണ്ട് പോർട്ടാണ്. പയ്യന്മാരൊക്കെ കിടക്കുന്നുണ്ട്, ഏതോ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കുവാണ് കേട്ടോ. ഇവിടെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ബോട്ടിന് വേണ്ടി നിൽക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഈ കാണുന്നത് ഇവരെല്ലാം ഇൻഡിജിനസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ ഈ കാണുന്നത്. വെറുതെ തായ്ലാൻഡിയ നോ 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 ഇന്ത്യ 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 Mi viajando Unidos Estados Argentina todo mundo Panamá, camina. Panamá, Colombia. Sí, sí, sí. ആ ഐലൻഡിൽ നിന്ന് വന്ന ബോട്ടിലെ ആൾക്കാർ ഇറക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ. ഈ പയ്യന്മാരൊക്കെ അപ്പുറത്ത് ഐലൻഡിൽ പോകാനാണെന്ന് തോന്നുന്നു. ബോട്ട് ഫുള്ള് കുലുക്കം കേട്ടോ. അയ്യോ, വെള്ളം കണ്ടില്ലേ, അവരിറങ്ങുന്ന നോക്കിക്കേ. എത്ര പേരാ ടൂർ കഴിഞ്ഞിട്ട് വരുന്നേന്ന് നോക്കിക്കേ. സീൻ ഇവിടെ ഫുള്ള് ആളുകള് വന്നതാ, എല്ലാരും പോകുന്ന തിരക്കാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ആളുകളാ. ഞാൻ വെറുതെ ഇറങ്ങി നടക്കുവാണ് കേട്ടോ. ഈ കാണുന്നത് കൊളംബിയയിലോട്ട് എവിടെ പോകുന്ന ബോട്ടാണ്. ബട്ട് 2 ദിവസമായിട്ട് എന്തോ ഇവിടെ സ്റ്റക്കായി കിടക്കുക, ബോട്ടിലൊന്നും പോകാൻ പറ്റില്ല. ഇവരൊക്കെ ഇപ്പൊ വന്ന ബോട്ടിന്റെ ആൾക്കാരാണ് കേട്ടോ, ഇപ്പൊ വന്നവരാണ് ഐലൻഡിൽ നിന്ന്. അടിപൊളി കേട്ടോ. ഇവിടെ നോക്കുമ്പോതാ ഇത് ടോയ്ലറ്റ് ആണോ ഈ ഒരു ഭാഗത്ത്? അടിപൊളി സ്ഥലം. വാവ്. Mi todo mundo caminado viajando. Mi comienza Estados Unidos, Estados México, Belice. Prohibido. ¿Ah? Es prohibido, ¿no? No, mi pasaporte, sí. Sí, sí, no, no. Lo que pasa es. Mi trabajo. Sí, eso acá no podemos llevar pasajeros. Nada más Tú, solamente gratis carga, viajes. Nada más solamente carga. No carga. problema. ഞാൻ പറയാണ്, ഞാൻ പുള്ളിക്കാരന്റെ വണ്ടിയിൽ കയറിയിട്ട് എനിക്ക് ഫ്രീ ലിഫ്റ്റ് ഇതാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത് തരാന്ന് പറയാ കേട്ടോ. എനിക്ക് ആക്ച്വലി ഇവിടെ വേറൊന്നും ചെയ്യാനില്ല കേട്ടോ. ഞാനിവിടെ ബെഞ്ചിൽ വന്നിങ്ങനെ കിടക്കുക, വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ. ഇവിടെ ബോട്ട് തപ്പി എത്ര ദിവസം കിടക്കേണ്ടി വരുമെന്നോ കേട്ടോ, ഒരു ഐഡിയ ഇല്ല. ഇവിടെ എല്ലാവർക്കും വേണ്ടി ഈ 8 ചാർജിങ് ബോട്ടാണ് കേട്ടോ. പാവം കേട്ടോ, എനിക്ക് ഇവര് തേങ്ങയൊക്കെ തന്നു. ഗ്രാസിയാസ് ഗ്രാസിയാസ്. വലിയ തേങ്ങ കേട്ടോ, ഇത് അടിച്ചു പൊട്ടിക്കണം. ഇന്ന് എന്റെ ഭക്ഷണം ഇതാണ് കേട്ടോ. ഇവരെല്ലാരും പോകും ഇവിടെ നിന്ന്. ഇവിടെ ഒരു മനുഷ്യനില്ല കണ്ടോ. അവിടെ ആകെയുള്ള പോലീസുകാരുടെ അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വേറൊരു മനുഷ്യനില്ല ഇവിടെ. ഗ്രാസിയാസ്. Tu nombre? Roner? Pedro? Pedro? ¿Tú? Nandilo. And tú, boss? Albertino. ഇവരൊക്കെയാണ് കേട്ടോ ഇവിടത്തെ ആൾക്കാര്. ഹായ്. എല്ലാരും ജാക്കറ്റ് ഇട്ടിട്ട് പോവാണ്. എനിക്ക് അവരുടെ സ്ഥലം തന്നു. ഇവിടെ ക്യാമറ എല്ലാം ഉണ്ട്. ബ്രോ ഫോൺ ബ്രോ. ഇവിടുത്തെ കാക്കകൾ നോക്കിയേ. ഞാൻ എന്റെ കരിക്ക് തേങ്ങയും പറക്കി ഞാൻ പോലീസിന്റെ അടുത്തോട്ട് പോവാണ്. അവിടെ പോയിട്ട് തേങ്ങ പൊട്ടിക്കാൻ. നേരത്തെ അവരാണ് കേട്ടോ. അവർ പുള്ളിക്കാരൻ എന്റെ അടുത്ത് പറഞ്ഞു നമസ്തേ എന്ന് കേട്ടോ. നേരത്തെ ഞാൻ ലിഫ്റ്റ് അടിച്ച് നിർത്താത്ത ആൾക്കാരാണ് കേട്ടോ. അവര് ബോട്ടിൽ കേട്ടോ ഇവിടെ വന്നിരിക്കുക. ഇന്ത്യ. പുള്ളിക്കാരൻ പാവം കേട്ടോ, ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. കത്തിയില്ലാതെ മുറിക്കാൻ പറ്റൂല. നല്ല ഇത് തന്നെ എന്തോ. തേങ്ങയാണെങ്കിൽ തേങ്ങയായിട്ട് കഴിക്കാം. ഇതിന്റെ അകത്ത് ഒരു പൊത്തേ ഇല്ല കേട്ടോ. No. അൽഹംദുലില്ലാ. എന്റെ അടുത്ത് ചോദിച്ചു മുസൽമാനാണോ നീ ഹിന്ദിയാണോ എന്ന്. ഹിന്ദി എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു മുസൽമാനാന്ന് പറഞ്ഞ അൽഹംദുലില്ലാ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അള്ളാഹ് മുസൽമാൻ ഹിന്ദു എന്നൊക്കെ ചോദിക്കാണ്. ഹിന്ദി എമിഗ്രാന്റാ. ഇവരൊക്കെ എമിഗ്രൻസ് ആണ് കേട്ടോ. ഓ,
എമിഗ്രൻസിനെ ഇവര് പിടിക്കുമ്പോ ഓ ദറിയാൻ തൂ ഗേൾഫ്രണ്ട് എന്റെ അമ്മോ ഇവര് പിടിക്കുന്നവരാണ് കേട്ടോ കാട്ടീന്ന്. ഇതുപോലുള്ള കാട്ടിലൂടെയാണ് ഞാൻ പോകാനുള്ള പ്ലാന്. എന്റെ അമ്മോ ഇതായിരുന്നു പ്ലാന്. ഇവിടെ നോക്കി ഇവര് പിടിച്ചോണ്ട് വരും. Where are you from? India. India. ഇന്ത്യ ഇന്ത്യ Brother, yeah. ഇന്ത്യ ബ്രോ എന്ന് പറഞ്ഞു നോക്കി. പഞ്ചാബിക്കാരാണ് കേട്ടോ ഇതെല്ലാം. പഞ്ചാബിക്കാര് ഗുജറാത്തിക്കാരാണ്. നോർത്തല ഇവിടെ തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഇവരുടെ ഗ്രൗണ്ട്. ഫുട്ബോൾ കളിക്കുന്ന കണ്ടില്ലേ. ഇവിടെ ആകെ ഒരു 2-3 കുടുംബം മാത്രമേ താമസിക്കുന്നുള്ളൂ കേട്ടോ. അവരുടെ ഒരു ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുക. എന്നെ കളിക്കാൻ വേണ്ടി വിളിച്ചായിരിക്കുവാണ് കേട്ടോ. ടീം ഓക്കെ. Dale, pídalo, dale. അയ്യോ Mira, que me estás empujando. ശരി ഇല്ല പോയില്ല. പ്ലീസ് ഇത്രയും നേരം കളിച്ച് എൻ്റെ കാലിൽ നിന്ന് രക്തമൊക്കെ വരുന്ന ഒരാണി പോയി ചവിട്ടി കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോവാ. എൻ്റെ അമ്മ കാറ്റ് നോക്കി ഇവിടുത്തെ. അവസാനം ഞാൻ ഈ കടലിൻ്റെ ഇവിടെ വന്നിട്ട് ഫുള്ള് കാറ്റ് കേട്ടോ. ഇവിടെ വന്നിട്ട് ടെൻ്റ് അടിച്ച് കിടക്കുവാണ്. കാറ്റെടുത്ത് പറക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു ഇതൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കാറ്റ്.